പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. വീണ്ടും മോർണിംഗ് മന്ന സന്ദേശം നമ്മൾ തുടർമാനമായിട്ട് കേൾക്കുന്ന ദൈവവചന ചിന്തകൾ കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന സന്ദേശത്തിൻ്റെ പേര് ദൈവശബ്ദം കേൾക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ, പ്രതിസന്ധികൾ എന്നറിയും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ദൈവസേന ഇരിക്കണം കേട്ടോ. ദൈവസേന ഇരുന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കും. പലരും ദൈവശബ്ദം കേൾക്കുന്നവരുടെ അടുത്തോട്ട് പോവുക. അങ്ങനല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കാൻ മറ്റുള്ളവരുടെ പോകണ്ടെന്നല്ല, പക്ഷേ ദൈവസേന ഇരുന്ന് നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ ഇടയാകണം. ഓക്കെ, കർത്താവ് പൗലോസിനോട് സംസാരിച്ചൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്ന ആ കപ്പൽ യാത്ര 27-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കണ്ടോ, പൗലോസ് ഒരു ദൈവശബ്ദം കേൾക്കുക. എന്തുവാ, നീ ഭയപ്പെടണ്ട, നിന്നെ ഞാൻ കൈസരുടെ മുമ്പിൽ നിർത്താമെന്ന് പറഞ്ഞില്ലേ. എനിക്കറിയാം നിനക്ക് ഉറപ്പുണ്ടെന്നെങ്കിലും നീ പ്രാർത്ഥിക്കാൻ എന്നോട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു. നിന്നെ ഞാൻ കൈസരുടെ മുമ്പിൽ നിർത്തും. എഴുന്നേറ്റ് വന്ന് പറയാം. ഏത് സാഹചര്യത്തിലാ? 14 ദിനരാത്രമായി സൂര്യനെ കണ്ടിട്ട്, ചന്ദ്രനെ കണ്ടിട്ട്. ഇവന് മാത്രമേ ഈ കോൺഫിഡൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം മരിക്കും എന്നുള്ള രീതിയിലായിരിക്കുക. ആമേൻ. വീണ്ടും പൗലോസ് ഉറപ്പിച്ച് പറയുകയാണ്, ധൈര്യത്തോടിരിപ്പ്. ഞാനതാ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞേ, ദൈവശബ്ദം കേൾക്കുന്നവന് മാത്രമേ. അത് കുടുംബമഹിമയൊന്നുമല്ല. വലിയ കുടുംബത്തിൽപ്പെട്ടവരും എത്രയോ പാവപ്പെട്ടവർ ഭയങ്കര ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ ആരെയും മാനുഷികമായിട്ട് വിലയിരുത്തരുത്. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ഒരു ദൈവശബ്ദം പറഞ്ഞാൽ അത് ദൈവാലോചനയാണെങ്കിൽ കണ്ണുമടച്ചുകൊണ്ട് ഏറ്റെടുക്കണം. ആമേൻ. നോക്കിയേ, ഹാലേലൂയ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹാലേലൂയ. ഇവരെല്ലാം ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ ഇടയായിത്തീർന്നു കേട്ടോ. നോക്കിയേ, ഹാലേലൂയ. അവരലയുക. പക്ഷേ പൗലോസ് പറഞ്ഞു, നമുക്ക് ധൈര്യപ്പെടാം, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഹാലേലൂയ. അടുത്തൊരു ഭാഗം കൂടെ ഞാൻ വായിക്കാം. ഹാലേലൂയ. ആമേൻ. 33-ാം വാക്യം. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഇന്ന് 14-ാം ദിവസം ആകുന്നില്ലോ എന്ന് പറഞ്ഞു. ഈയോ, എന്തോ ദൈവമക്കളെ, അത് ഒരു ദൈവാലോചന തിരസ്കരിച്ചതിൻ്റെ കോൺസിക്വൻസ് കണ്ടോ? ഒരു ദൈവാലോചനയെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതിന് കൊടുക്കേണ്ട വില കണ്ടോ? 14 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കിടക്കുക. പക്ഷെ പൗലോസോ, നിങ്ങളെന്നാ പറഞ്ഞു, ഞാൻ കഴിച്ച് ഞാൻ വിലപ്പെട്ടു. കാരണം എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടൊരു ദൂത്. നിങ്ങൾ ഈ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ദൈവാലോചന അനുസരിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ പ്രതിസന്ധിയിലൂടെ പോയാലും എന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുമെന്ന് വീണ്ടും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുക. ഇതാ ഒരു ദൈവ പൈതല്ലേ ആ ഒരു ഉറപ്പെന്ന് പറയുന്നത്. നമ്മളങ്ങനെ ആണോ? അതോ ഒരു വലിയ പ്രയാസം വന്നിട്ട് വാടിക്കുഴഞ്ഞ് തീർന്നു, അയ്യോ എല്ലാം പോയേ, എല്ലാം തീർന്നേ എന്ന് പറഞ്ഞ് ശേഷം മനുഷ്യരെ പോലെ ആയിരിക്കുന്നൊരു അനുഭവമാണോ? അതോ മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പറയുന്നൊരു അനുഭവമാണോ? യെസ്, പറഞ്ഞ എനിക്കൊരു ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ മുമ്പിൽ പറയുമ്പോഴാണ് അതിൻ്റെ മാധുര്യം വർദ്ധിക്കുന്നത് കേട്ടോ. പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടി മുറുകെ പിടിച്ച് അത് പറയുമ്പോഴാണ് അത് ഏറ്റവും ഭയങ്കര മധുരകരമായി മാറുന്നത്. അങ്ങനെ പറയാൻ ദൈവമായിട്ട് ആഴമേറിയൊരു ബന്ധമുള്ള ഒരു വ്യക്തിക്ക് പറ്റത്തുള്ളൂ. കയ്യെ ചങ്ങല കാണും, അടിമനുഖത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നിന്നെ കൊന്നു തിന്നുമെന്ന് പറയുന്നവരുടെ മുമ്പിലൂടെ ആയിരിക്കും നീ യാത്ര ചെയ്യുന്നത്. പക്ഷെ നീ ധൈര്യത്തോടെ യാത്ര ചെയ്യും. കാരണം എന്താ? എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു യേശുവുണ്ട്. കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന എൻ്റെ ആഗ്രഹത്തെ വാക്തത്വമാക്കി തന്നൊരു കർത്താവുണ്ട്. ആമേൻ. ആ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? താഴ്ത്താമോ? ചില അഹങ്കാരവും ചില നികളവും ചില ചിന്തകളും ഒക്കെ അങ്ങ് വിട്ട് കളയാമോ? ഹാലേലൂയ. നോക്കിയേ, പൗലോസിനോട് പറഞ്ഞത് ദൈവം അടുത്ത് ചെയ്യാനിടയായി തീരുക. ഹാലേലൂയ. അതടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇടപെട്ട നല്ല ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്ന അപ്പായെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു അത്ഭുതം നടക്കട്ടെ, ഒരു വിടുതൽ നടക്കട്ടെ, ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിസ്സാരമായിട്ട് ദൈവാലോചനയെ തള്ളിക്കളഞ്ഞ് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഫേവർ അവർക്ക് വീണ്ടും വരട്ടെ.
മെലീത്തയുടെ മണ്ണിൽ സ്വർഗം അവരെ എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മെലീത്തയുടെ മണ്ണിൽ അവരെ ദൈവം എത്തിക്കുന്നതാ നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.